നമസ്കാരം. ഞാൻ ശശികല ശശികുമാർ. ഞാൻ ഇന്ന് ഇവിടെ ഒരു പ്രധാന ഉദ്യമമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പരിചയപ്പെടുന്ന വ്യക്തികളിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തതയുണ്ടെങ്കിൽ അത് എന്നിലൂടെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ഉദ്യമമാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായ ശ്രീ മണി കെ വാര്യർ എന്ന ആർട്ടിസ്റ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഔദ്യോഗിക പദവിയായിട്ടുള്ള അഡ്വർടൈസിങ്ങും അതിൻ്റെ കൂടെ തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കൂടെ ഡിസൈനിങ് നടത്തുന്നുണ്ട്. കൂടാതെ സ്വന്തം ഇഷ്ടമായ വര, ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സ്വന്തം ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു പാഷൻ കൊണ്ടു നടക്കാൻ വേണ്ടി തൃശ്ശൂർ റൗണ്ടിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ഷൊർണൂർ റോഡിൽ സരോജ നഴ്സിംഗ് ഹോമിൻ്റെ ഓപ്പോസിറ്റാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഓഫീസ്. അദ്ദേഹത്തിൻ്റെ വരകളിലത്തെ പ്രധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താന്ത്രിക രൂപങ്ങൾ അടങ്ങിയിട്ടുള്ള, താന്ത്രിക വിദ്യകൾ അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള വരകളാണ് അദ്ദേഹം ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത്. കൂടാതെ എല്ലാ വരകളിലും അദ്ദേഹത്തിന് ഒരു അപൂർണത കാണിക്കുന്നുണ്ട്. അത് എന്താണ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. മണി കെ വാര്യർ എന്ന ഇദ്ദേഹത്തെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം മണിയേട്ട. ഇന്നലത്തെ പത്രം വായിച്ചപ്പോഴാണ് മണിയേട്ടനെ കുറിച്ച് കൂടുതൽ അറിയണത്. അപ്പോൾ അതിലിങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രം വരയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. എന്നിട്ടാണ് അതിലുള്ള ഫോൺ നമ്പറിൽ ഞാൻ മണിയേട്ടനെ വിളിച്ചത്. അപ്പൊ എന്തൊക്കെയാണ് മണിയേട്ടൻ്റെ വ്യത്യസ്തത? അതിൽ താന്ത്രികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരയ്ക്കുന്നുണ്ട്. എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാൻ കണ്ടത്. എന്താണ് അതിന്റെ വ്യത്യസ്തത എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന്. അതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നാരേഷനായിട്ട് ചെയ്യാനുള്ളൊരു ഇതൊന്നുമില്ല. പക്ഷെ എന്നാൽ കൂടി കുറേ കാലമായിട്ട് തുടങ്ങിയൊരു ഇതാണ് ഈ ആർട്ട്. നമ്മൾ ജീവിക്കാൻ മീൻസ് ഒരു 10-17 വയസ്സ് തുടങ്ങിയൊരു സംഭവം. 10-17 വയസ്സല്ല, അതിലപ്പുറം ഒരു 7 വയസ്സ് 8 വയസ്സിൽ തുടങ്ങിയതാണ് വരയ്ക്കാൻ. വരച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ ആ ഐഡൻറ്റിറ്റി ഞാൻ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈലിലേക്ക് എത്തി. അതാണ് ഇപ്പോൾ താന്ത്രിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, താന്ത്രിക് പെയിൻറ്റിങ്സ് മാത്രമല്ല, നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബോംബെയിലായാലും ഭോപ്പാലിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ തുടങ്ങിയത് ഒരു 10-15 കൊല്ലമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പേ നമ്മൾ ഓയിൽ പെയിൻറ്റിങ്, നമ്മൾ സാധാരണ ഒരു പെയിൻറ്റർ, അപ്പം നമ്മൾ എല്ലാവരും വരയ്ക്കണ പോലെ ഇരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ചിത്രം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തുടങ്ങി വെക്കുക. അതായത് നമ്മളിപ്പോൾ ആളെ വരച്ചു, പശുവിനെ വരച്ചു, അല്ലെങ്കിൽ ഒരു സീനറി വരച്ചു, അങ്ങനെ വരച്ചു പോകണം. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിക്ക് എത്തിപ്പെടാനുള്ളൊരു സമയമുണ്ട്, എൻ്റർപ്രൈസിങ് ടൈം ഉണ്ടല്ലോ. അതാണ് ഇത്രയും ടൈം എടുക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി മുമ്പ് എത്തുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്പാൻ ഓഫ് ടൈം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതും പഠിക്കാനും ഉണ്ട്, പലതും ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സംഗതി, ഇപ്പം നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഒരു സംഗതി നമ്മൾ കാണുന്നതിൻ്റെ ഡിഫറെൻ്റ് ആംഗിൾസ് ആണ്. അതപ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഞാൻ കാണുന്ന രീതി അത് ചിലപ്പോൾ ഇതേ ആവില്ല. ആ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ നേരേറ്റ് ചെയ്യുക. മനസ്സിലായി? അപ്പം അത് അങ്ങനെ ഓരോരുത്തരുടെയും ഓരോ ആംഗിൾസ് ഡിഫറൻസ് ഉണ്ടല്ലോ. അത്രയും. പക്ഷെ വരയ്ക്കുന്ന ചിത്രങ്ങളിലൊന്നും ചിലതിലൊന്നും പൂർണ്ണമായിട്ട് വരയ്ക്കണില്ല. പൂർണ്ണത നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെയും കൂടി അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അതിൻ്റെ അർത്ഥം നമ്മളൊരു ഒരു ചിത്രം ഒരു ഗാലറി പോയി ചിത്രം കണ്ടു, കംപ്ലീറ്റ് ചെയ്തു, കണ്ടുപോയി ഇല്ലേ? അതിൽ കണ്ടു കഴിഞ്ഞ് പോവാണ്. ഇതെന്ന് പറഞ്ഞാൽ കണ്ട നിങ്ങളും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്കും കൂടി ക്രിയേറ്റീവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി തിങ്ക് ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ തരാണ്. അത് കംപ്ലീറ്റ് ചെയ്യൽ നിങ്ങളാണ്. മനസ്സിലായി? അതെങ്ങനെ ഫിനിഷ് ചെയ്യണം എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്ക്, അത് കാണുന്നവർക്കും കൂടി അതിലൊരു ക്രിയേറ്റിവിറ്റി നമ്മൾ സ്പേസ് ഇട്ടിട്ടാണ് അത് ഫിനിഷ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ താന്ത്രിക് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സബ്ജക്റ്റാണ്. അല്ലെങ്കിൽ അത് പഠിക്കാൻ, അത് റിസർച്ച് ചെയ്യണം, ഒരുപാട് പഠിക്കാനുണ്ട്. എന്താ കാരണം വെച്ചാൽ അത് എങ്ങനെ, അതിപ്പോൾ ചെറിയൊരു രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആരാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ അമ്പലത്തിലേക്ക് പോകണം അല്ലേ? അമ്പലത്തിൽ പോയിട്ട് എന്താ ചെയ്യണത്? നമ്മളവിടെ പോയി തൊഴുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു സെയിം കോൺസെപ്റ്റ് ആണ്, പക്ഷെ ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ അത് ചെയ്യാനുള്ളൊരു അതിൻ്റെ ചെറിയൊരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ചെയ്യണതിൻ്റെ
ഒരു വേർഷൻ, ഡിഫറെൻറ്റ് വേർഷൻ എന്ന് പറയാം. അതാണ് നമ്മൾ ഒരു വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് തന്നെ അവർക്ക് സ്വയം, ഇപ്പം നമ്മൾ ഓരോ മന്ത്രങ്ങൾ ചെല്ലുന്നുണ്ട്. ഇപ്പം മുസ്ലിംസ് ചെല്ലുന്ന ചില വേർഡുകളുണ്ട്, ഹിന്ദുക്കൾ ചെല്ലുന്ന വേർഡുകളുണ്ട്, ക്രിസ്ത്യൻസ് ചെല്ലുന്ന വേർഡുകളുണ്ട്. ഇതെല്ലാം ഫ്രീക്വൻസി ഒന്നാണ്, മനസ്സിലായ? അപ്പം അതേപോലെ തന്നെ ഇപ്പം നമുക്കൊരു കുട്ടി ചിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മൈൻഡിൽ എന്താ വരിക? നിഷ്കളങ്കമായിട്ടുള്ള അല്ല, അതിൽ കൂടുതൽ അത് നിഷ്കളങ്കമായിട്ട് ചിരിക്കുന്ന ഒരു കുട്ടി, കരയണ കുട്ടി കണ്ടു, ഒരു ഒരു വെട്ടേറ്റിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്, ഈ മൂന്നും നമ്മൾ കാണുക. അപ്പം എന്തായിരിക്കും ശശിയുടെ ഉള്ളിലുള്ള ആ ഒരു സയൻറ്റിഫിക് ഫോർമേഷൻ എന്താ വരിക എന്നറിയോ? മൂന്ന് ടൈപ്പിലാണ് ആക്ട് ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിലത്തെ ചക്രങ്ങൾ അതിന് സയൻറ്റിഫിക് ആയിട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ട് അത് ഡിഫറെൻറ്റ് മൂഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതേ സംഗതിയാണ്. ഇപ്പോൾ നല്ലൊരു പെയിൻറ്റിങ് കണ്ടു, ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ മൂഡ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആയിരിക്കും. മസ്ജിദിൽ പോയാലും നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഫ്രീക്വൻസി, ആ വേർഡുകളെല്ലാം ഫ്രീക്വൻസി ഒന്നാണ്, എല്ലാം ഒന്നാണ്. നമ്മൾ ഡിഫറെൻ്റ് ആക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പം അതിൽ നമ്മൾ അറബിക്കിൽ എഴുതി വയ്ക്കുക, അതിനൊക്കെ ഒരു പോസിറ്റീവ് എൻഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചക്രാസായിട്ട് ബന്ധപ്പെട്ടിട്ടും ചക്രാസായിട്ട് ബന്ധപ്പെട്ടാൽ ചക്രം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതെല്ലാം ഒരു ഡിവൈനിറ്റിയുടെ ഒരു ഫോമിങ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടിയെ നമ്മൾ കണ്ടു, ചിരിക്കുന്ന കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ ചക്രങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യും പോസിറ്റീവ്. നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു അസുഖമുണ്ട്, ആ കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും പറയുകയാണ്, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണം? ആ കുട്ടിക്ക് നല്ലത് വരണേ, അല്ലെങ്കിൽ നല്ല ഇത് വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കില്ല. ആ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ, ഒരു എനർജി ഫോണുണ്ട്. അതേ പ്രിൻസിപ്പിൾ നമ്മളത് ചിത്രത്തിൽ കൂടെ പ്രതിഫലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ എനർജികളെല്ലാം എങ്ങനെയാണ് പാസ് ചെയ്യണത്, ഏതൊക്കെ ചക്രാസായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് മഴയേട്ടൻ ചിത്രം വരയ്ക്കുന്നത്. അതാണ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ചിത്രം, ഒരു ഇത് കണ്ടു, ഒരാളെ കണ്ടു, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് കണ്ടു, അല്ലെങ്കിൽ ഒരു സീനറി കണ്ടു, അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കണ്ടു, ഇതൊക്കെ നമ്മൾ വരയ്ക്കണം. അത് കണ്ടത് വരയ്ക്കണം നമ്മൾ, അല്ലേ? അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അത് അതുപോലെ വരയ്ക്കണം. പക്ഷെ അതൊക്കെ ഒരു ചിത്രം വരയ്ക്കലാണ്. ഇതെന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക്, അതൊക്കെ നമ്മൾ ആദ്യം തുടക്കത്തിൽ സ്റ്റേജിൽ നമ്മൾ വളരെ ചെറുപ്പത്തിൽ ഇതൊക്കെ വരച്ച് വന്നിട്ടാണ് നമ്മളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫോമിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ വരയ്ക്കുന്നത് കണ്ടതല്ല, കണ്ടതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അതാണ് ക്രിയേഷൻ. അത് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ കാഴ്ചക്കാർക്കും കൂടി ഒരു ക്രിയേഷൻ, അത് അവർക്കും കൂടി ചിന്തിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കണമെന്ന് മാത്രം. അപ്പൊ അത് അവർക്കും കൂടി ചിന്തിക്കാം, അവരാണ് കംപ്ലീറ്റ് ചെയ്യണത്. മണിയേട്ടൻ ഇങ്ങനെ വരച്ചിട്ട് എവിടെയെങ്കിലും എക്സിബിഷനൊക്കെ നടത്തിയിട്ടുണ്ടോ? എക്സിബിഷൻ ഞാൻ കുറച്ച്, അതായത് എൻ്റെ പാഷനാണ് ശരിക്കും ഇത് പറയുകയാണെങ്കിൽ. ഇത് ഞാൻ അങ്ങനെ ഒരു ശരിക്കും എൻ്റെ ലൈന് ശരിക്കും പറയുകയാണെങ്കിൽ അഡ്വർടൈസിങ് ആണ്. അതായത് ഇതാണ് ഗ്രാഫിക് ഡിസൈനിങ്ങും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ പെയിൻറ്റിങ്സ് പഠിച്ചതൊക്കെ ഇതൊക്കെ തന്നെയാണെങ്കിൽ കൂടി നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡിസ്പ്ലേ ഇതാണ്, നമ്മളെ അഡ്വർടൈസിങ് ഡിസൈനിങ് ആണ് പഠിച്ചിരിക്കുന്നത്. ഈ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ തൊട്ട് നമുക്കൊരു വാസന ചുമരിലും അവിടെയൊക്കെ വരച്ചിട്ടാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വരയാണ് നമ്മുടെ എല്ലാം. അങ്ങനെ വരച്ചിട്ടാണ്, വരയെ കൂടെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യണത്. അപ്പോൾ മറ്റേ ശശിയൊക്കെ എഴുതി പ്രസന്റ് ചെയ്യണ പോലെ, അല്ലെങ്കിൽ ഡാൻസ് കൂടെ പ്രസന്റ് ചെയ്യണ പോലെ നമ്മളത് വരച്ചിട്ട് ആൾക്കാർക്ക് നമ്മുടെ ഉള്ളിലുള്ള സംഗതികൾ അവർക്ക് ഇതാണ് നമ്മുടെ ഉള്ളിലെന്ന് പറഞ്ഞു കൊടുക്കുക. അത് ക്രിയേഷൻ. അത് നമ്മൾ എല്ലാവരും ചെയ്യണ പോലെ ചെയ്യാതെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? ഇവിടെ നാട്ടിൽ തന്നെ? നാട്ടില് കുറച്ചു കാലം നാട്ടിലായിരുന്നു. ഇതുവരെ കുറച്ച് ചെറിയ വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബോംബെക്ക് പോയി. എല്ലാവരും തൃശ്ശൂരാണോ? തൃശ്ശൂരല്ല, ഞാൻ ഒറ്റപ്പാലം. അപ്പോൾ അവിടെ അച്ഛൻ ഈ മിലിറ്ററി സർവീസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്ക് ഒറ്റപ്പാലത്തായിരുന്നു നമ്മുടെ ബേസ്. അവിടെയാണ് കുടുംബവും അച്ഛനും ഇവരും എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാം ഓരോ സ്ഥലത്തേക്ക്, അപ്പോൾ ചെറിയൊരു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഫൈനാൻസ് പഠിക്കാൻ വേണ്ടി മദ്രാസിലേക്ക് വിട്ടു. അവിടെ നിന്ന് പിന്നെ ബോംബെക്ക് പോയി. ബോംബെ പോയിട്ട് പിന്നെ നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി കുറേ ശ്രമിച്ചു. അപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ മിനിമം ഈ അധ്യാപകനാവാനുള്ള ഇതൊന്നും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടില്ല. അപ്പോൾ പിന്നെ ഫൈനാൻസ്, ഈ അഡ്വർടൈസിങ് ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി അവിടുത്തെ
കോളേജിൽ പഠിക്കാൻ പോയി. 4 കൊല്ലം അത് പഠിച്ചു, ഫൈൻ ആർട്സ് കൂടാതെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഏജൻസിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അഡ്വർടൈസിങ്ങിലാണ് മെയിനായിട്ട് തുടങ്ങി വെച്ചത്. അതിന്റെ ഇടയിൽ തുടങ്ങി ചിത്രം വരെയൊക്കെ അപ്പൊ തന്നെ തുടങ്ങി? ചിത്രം വരെ മുമ്പേ ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഈ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളുണ്ട്, അതായത് റേഷൻ ഷോപ്പ്, പിന്നെ അതുപോലെ മില്ലുകളുണ്ട്. അതൊക്കെ അപ്പോൾ ആ ചുമരിലൊക്കെ നമ്മൾ വരയ്ക്കുമായിരുന്നു. പിന്നെ അമ്പലങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ട് പറയും, ഈ കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ പടം തന്നിട്ട് പറയും ഇതൊന്ന് വരച്ചു തരുമെന്ന് പറയും. വരച്ചു കൊടുക്കുകയായിരുന്നു. അത് വളരെ ചെറുപ്പത്തിൽ. വരുമാനം ഉണ്ടായിരുന്നോ? വരുമാനം ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് ആദ്യം തുടങ്ങി, ഒരു 6-8 വയസ്സിലോ മറ്റേ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് എന്തോ ഒരു ചെയ്തതായിട്ട് ഓർക്കണ്ട. അന്ന് എത്ര ചെറിയൊരു എമൗണ്ട് കിട്ടിയതായിട്ട് ഓർക്കണ്ട. അന്ന് മുതൽ അങ്ങനെ ഒരു ഇതുണ്ട് സൈഡില്. ഞാൻ ഈ ലൈനിൽ നിൽക്കും, അതായത് വേറൊരു ലൈനിലേക്ക് പോവില്ല എന്നുള്ളൊരു ഉറച്ചൊരു ഇതുണ്ടായിരുന്നു. പല ഓഫേഴ്സും വന്നിരുന്നു. അതായത് ഇപ്പോൾ ചെറിയൊരു ശമ്പളത്തിലാണ് ഞാൻ ഈ അഡ്വർടൈസിങ് ഇതിൽ വർക്ക് ചെയ്തിരുന്നത്. ഒരു 75 രൂപയ്ക്കൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം അന്ന് എനിക്ക് വേറെ ജോബ് ഓഫർ ഉണ്ടായിരുന്നു. ഒരു 4000 രൂപയൊക്കെ കിട്ടുന്ന ഒരു ഓഫർ ഉണ്ടായിട്ട് ഞാൻ ഇതിൽ തന്നെ പിടിച്ചു നിന്നു. ബ്രഷ് കഴുകി കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, തുടച്ചു കൊടുക്കുക. അവർ പ്യൂണിന്റെ പണിയൊക്കെയാണ് ആദ്യം ചെയ്തിരുന്നത്. അതായത് ഇതിലേക്ക് കയറി ഇതിനോടുള്ള അല്ല, എനിക്കിത് മാത്രമേ അറിയൂ. ഇത് മാത്രമേ അറിയൂ. ഇതുള്ളത് ഇപ്പം നമ്മളൊരു ചെറിയൊരു ജോബാണെങ്കിലും അത് ഫുള്ള് പഠിക്കുക എന്നുള്ളൊരു ഇതാണ് എൻ്റെ. അതായത് ഇപ്പം നമ്മൾ ബട്ടൺസ് തുള്ള തുന്നണതായാലും അതിലൊരു ഡെഡിക്കേഷൻ കൊടുത്തിട്ട് അത് ഫുള്ള് പഠിക്കുക. അതിന് പല രീതി ഉണ്ടല്ലോ. അപ്പം അതുപോലെ ചിത്രം എന്നുള്ളതിൽ ചിത്രം ഫുള്ള് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് അത് മുഴുവൻ പഠിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അതൊരു ലെവൽ വരെ പഠിച്ചു. അഡ്വർടൈസിങ് ചെയ്തു. ഒരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ സ്വയം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ വരയ്ക്കണയിലെല്ലാം ജോമെട്രിക് അളവും മാത്തമാറ്റിക്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് മണിയേട്ടൻ വരയ്ക്കുന്നുണ്ടല്ലോ. അത് ജോമെട്രി ഉൾപ്പെടുത്തുമല്ല. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജോമെട്രിക്കൽ ഫോർമേഷൻ, അതായത് ജോമെട്രിക്കൽ സംഗതികളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു സംഭവം കണ്ടു, ഒരു ചിത്രം കണ്ടു, ഒരു കലണ്ടർ കണ്ടു, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പടം കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് കണ്ടു. അപ്പം നമ്മൾ നമ്മുടേതായിട്ട് രീതി വരയ്ക്കുമ്പോൾ അത് അതൊരു ഫൈൻ ഫോമിംഗ് എന്നും മാറ്റിയിട്ട് ഒരു ജോമെട്രിക്കൽ ഫോർമാറ്റിലേക്ക് കൺവേർഷനാണ് ശരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പല ഘടകങ്ങളും ഉണ്ട്. അതിപ്പോൾ നമുക്ക് എങ്ങനെയത് എക്സ്പ്ലെയിൻ ചെയ്യാച്ചാൽ പലതും ബുദ്ധിമുട്ടാണ് പറഞ്ഞു തരാൻ. പക്ഷെ എന്നാൽ കൂടി അതാണ് ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. അതെങ്ങനെയാണ് നമ്മളിപ്പോൾ ലേഡിയെ വരയ്ക്കുകയാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് അത് വരച്ചിരിക്കണമെന്ന് നോക്കിയാൽ പല ഫോമിങ്ങും പല സാധനങ്ങളും, ഇപ്പോൾ ഒരു ഡ്രസ്സായാലും തലമുടി ആയാലും നമ്മളൊക്കെ ജോമെട്രിക്കൽ ഫോർമാറ്റ് കൊണ്ടാണ് പലതും ഫിനിഷ് ചെയ്തെടുക്കുന്നത്. പലതും അവിടെ വെച്ച് പകുതി വെച്ച് നിർത്തും. പല കണ്ണുകൾ വരയ്ക്കില്ല. പല കണ്ണുകൾ വരയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരു കണ്ണേ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കണ്ണ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പറയുമ്പോഴാണ് പലരും കണ്ണ് വരച്ചിട്ടില്ല. അപ്പോൾ ആ കണ്ണ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുക. ചില കാര്യങ്ങളെ വേണ്ടു, അത്ര വരച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ചിത്രം കണ്ടു കഴിയും. അപ്പോൾ അത് കണ്ടു കഴിയരുത്. അത് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കാണാൻ വരുന്നവർക്കും കൂടി നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ്, നമ്മുടെ ഒപ്പം തന്നെ അവരും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർക്കും കൂടി ഒരു ക്രിയേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അവരാണ് ഫിനിഷ് ചെയ്യുന്നത്, അവരാണ് ഇതിൽ കൂടുതൽ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം വരച്ചു അത് ഫിനിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശശി വന്നു കണ്ടു പോയി, ഇത്രയേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് പോകണം അല്ലേ? അപ്പം അതൊരു നമ്മുടെ ഒരു രീതി അങ്ങനെ. അപ്പം പലരും പല രീതിയാണല്ലോ. അതന്നെ ശരിക്കും ഇവിടെ വന്ന് കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലൊന്നും അല്ല. അപ്പം ആരും അവിടെ നമ്മൾ പലരെയും പറയാറുണ്ട് അവിടെ കുറച്ച് ഗാലറി ഉണ്ട് കേട്ടോ വന്നോളൂ എന്ന് പറയുമ്പോൾ ശരി ഗാലറി എന്ന് പറയുമ്പോൾ ഒരു നോർമൽ, പക്ഷെ വ്യത്യസ്തത കാണണം എന്നുണ്ടെങ്കിൽ അവര് വന്ന് കാണുമ്പോഴാണ് അതിന്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവണം. അതിപ്പോ എനിക്ക് ഇന്നലെ ഇവിടെ വന്നപ്പോ മനസ്സിലായി. അല്ല അതിലെ ടാഗ് തന്നെ അതിൽ അങ്ങനെയാണല്ലോ, പൂർണ്ണത, അപൂർണം, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതന്നെ ആ വരയിൽ കാണിച്ചിട്ടുള്ള അപൂർണത എന്താ എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഗണപതിയെ വരയ്ക്കുമ്പോഴും എല്ലാം ഗണപതിയെ വരയ്ക്കുമ്പോഴും ഗണപതിയുടെ ചില ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മളത് വ്യത്യസ്തതയിലാണ് നമ്മളത് ഒരു ഇതുണ്ട്. ഇപ്പോൾ ഒരാളെ വരയ്ക്കുകയാണെങ്കിൽ അവരുടെ എന്താ കാരിക്കേച്ചർ അല്ല ശരിക്കും പറയണം. കാരിക്കേച്ചർ അല്ല ഞാൻ ചെയ്യാറ്. കാരിക്കേച്ചർ ചെയ്യൽ അതൊരു വേറെ ലൈനാണ്. എല്ലാം അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ഇവിടെ ഞാൻ ചില ചിത്രങ്ങളിലെല്ലാം ഒറ്റ കളർ മാത്രമായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കൂടുതൽ കളർ ആഡ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ?
അതൊരു ചോദ്യം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് മോണോട്ടോൺ ആണ്. അത് മോണോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒരു കളറിൽ മാത്രം നമ്മൾ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് കൊടുത്തിട്ട് അത് ഒരേ കളറിൻ്റെ ഷെയ്ഡ്സ്, ഇപ്പോൾ പച്ചയാണെങ്കിൽ പച്ചയുടെ തന്നെ ഷെയ്ഡ്സ് കൊടുത്ത് അത് 0 to 100% വരെ അതിൻ്റെ ഒരു വിഗ്നറ്റിങ് കൊടുത്തിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ അത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു കളർ മോണോട്ടോൺ ഇഫക്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ചില കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യണം. ഈ കളർഫുൾ ഈ ടോണിൻ്റെ ഇടയിൽ ചില സംഭവങ്ങൾ നമ്മൾ മോണോട്ടോണായിട്ട് ഇതാക്കാറുണ്ട്. ഇപ്പോൾ ഒരു പഴകിയ ലുക്ക്, ഒരു ആൻറ്റിക് ലുക്ക്, അതൊക്കെ ആൻറ്റിക് ആവില്ല ചിലപ്പോൾ. അത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കളറിനനുസരിച്ചിട്ടാണ് അത് ആൻറ്റിക്കായി മാറുന്നത്. അതിലൊരു തോട്ട് ഫോം അവിടെ ഉണ്ട് നമുക്ക്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ളൊരു ഒരു കാര്യവും ഒരു വരയുണ്ടെങ്കിൽ ആ വരയ്ക്കൊക്കെ എല്ലാറ്റിനും ഓരോന്നിനും നാരേറ്റ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ഞാനൊരു ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു, കുതിരകൾ കുറെ. അതെന്താ മനസ്സ്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അത് കുതിരകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് അബ്സ്ട്രാക്ട് ഫോമിംഗ് ആണ്. നമ്മൾ താന്ത്രിക് മാത്രമൊന്നല്ല, നമ്മൾ എല്ലാ ടൈപ്പുള്ള ചിത്രങ്ങളും വരയ്ക്കും. പക്ഷെ എല്ലാ ടൈപ്പും എല്ലാവരും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോമിങ് ആൾറെഡി ഇപ്പോൾ നമ്മുടെ ഈ ആൾ ഓവർ ഇന്ത്യ പുറമേ എല്ലാവരും വരയ്ക്കുന്നുണ്ട്. അബ്സ്ട്രാക്ട് ഫോമിങ് വളരെ മുമ്പേ തുടങ്ങിയൊരു ക്രിയേറ്റിവിറ്റിയാണ്. അത് അവരവരുടെ ഇഷ്ടപ്രകാരം ഓരോന്നും അവരുടെ ആംഗിൾ പ്രകാരം വരച്ചതാണ്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള മീനിങ് അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുതിരകൾ, ഇപ്പോൾ കാണിച്ച കുതിരകൾ മൈൻഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന, മൈൻഡിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഒരു ചിത്രം മൈൻഡ് നമുക്ക് എങ്ങനെ അറിയില്ലല്ലോ. മൈൻഡ് എവിടെ ഇരിക്കണമെന്ന് അറിയില്ല, മൈൻഡ് എന്താണെന്ന് അറിയാം. അപ്പൊ മൈൻഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അപ്പൊ സ്പീഡ് നമ്മൾ ലൈൻസ് കൊണ്ട്, അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് സ്പീഡ് നമുക്ക് പാനിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് ഇഫക്റ്റ് കൊടുക്കാൻ പറ്റും. ലൈവിൽ നമുക്ക് വേറെ രീതിയിൽ പല രീതിയിലും പ്രസന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിത്രത്തിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനൊരു, ഇപ്പൊ കഥയൊക്കെ എഴുതുമ്പോൾ സ്പീഡ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും, എഴുതിക്കൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിത്രത്തിൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യാം? മൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ്. വിഷമം വരും, ദുഃഖം വരും, സന്തോഷം വരും. അപ്പോൾ അത് നമ്മൾ പ്രസന്റ് ചെയ്യുക ഒരു പിടിച്ചാൽ കിട്ടാത്തൊരു സംഭവം. അത് മൈൻഡിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോംസ്, ഒന്ന് അങ്ങോട്ട് തിരിയണം, ഒന്ന് ഇങ്ങോട്ട് പോകണം. ഒരാളെ കണ്ടു, ഒരു പൂവിനെ കണ്ടു, ഒരു വെള്ളച്ചാട്ടം കണ്ടു, ഒക്കെ മൈൻഡ് ഡിഫറെൻറ്റ് മൂഡ്സ് ക്രിയേറ്റ് ചെയ്യും അപ്പം തന്നെ. അതും ബോഡിയും, അതും നമ്മുടെ ബോഡി മൈൻഡൊക്കെ ആയിട്ട് കണക്റ്റഡാണ്. ഇപ്പം പറഞ്ഞ കൂട്ടത്തിൽ മോണോട്ടോൺ പോലെ തന്നെ കളേഴ്സിനും മൈൻഡുമായിട്ട് ബന്ധമുണ്ട്. ചില കളർ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലൊരു സന്തോഷം വരും. ഇപ്പം നമ്മൾ വർഷിപ്പിൽ നമ്മളിപ്പോൾ അമ്പലങ്ങൾ, പള്ളി, ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ശരിക്കും ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇതേ സംഗതിയാണ് നമ്മൾ വരച്ചിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ടൈപ്പ്, അല്ലെങ്കിൽ അവർക്ക് വർഷിപ്പ് ചെയ്യാനുള്ളൊരു സംഭവം അവർ വരച്ച് തരാൻ പറയുമ്പോൾ നമ്മൾ വരച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലാണ് കുതിര മൈൻഡാണ്. കുതിര എന്ന് പറയുമ്പോൾ അത് ടോട്ടലി അത് പിടിച്ചാൽ കിട്ടാത്തൊരു, അതുകൊണ്ടാണ് അത് മൈൻഡിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുതിരകളും നമ്മൾ വരച്ചിരിക്കുന്നത് ഒരു അബ്സ്ട്രാക്ട് ഫോമിങ്ങിലാണ്. അപ്പോൾ അബ്സ്ട്രാക്റ്റിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്, താന്ത്രിക്കിൻ്റെതായിട്ടൊരു ഇതുണ്ട്. പിന്നെ പല മീഡിയത്തിലും നമ്മൾ വരയ്ക്കാറുണ്ട്. ചിലത് ലൈൻ ഡ്രോയിങ്, അത് ഓരോ ക്യാരക്ടേഴ്സ്, അതെന്താണോ വേണ്ടതെന്ന് നമുക്കൊരു തോന്നൽ വരും. അങ്ങനെ തോന്നിക്കൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പം എനിക്ക് വേണ്ടിയിട്ട് വരച്ചിരിക്കുകയല്ല, അതൊന്നും ഇന്നല്ലെങ്കിൽ നാളെ, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ ഇത് അതുപോലെ, ഇപ്പം 1000 വർഷം കഴിഞ്ഞാൽ ഇത് അതുപോലെ നിൽക്കും. ഇതിപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവില്ല. ഇത് പലരും ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. നമ്മളിതിലൊന്നും അതിൻ്റെ അടിക്കുറിപ്പൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ വരച്ചു വെക്കണോ? ഇതൊന്നും ഇപ്പോൾ നമ്മളൊരു മുമ്പൊരു ഇൻ്റർവ്യൂവിന് പറഞ്ഞിരുന്നു, ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടി. ഞാൻ ഇതൊന്നും പൈസയ്ക്ക് വേണ്ടിയല്ല എന്ന് സ്പെഷ്യലി നമ്മൾ ടാഗ് ചെയ്തിരുന്നു. അത് മണിക്ക് വേണ്ടിയിട്ടല്ല അതൊന്നും ചെയ്യുന്നത്. നമ്മൾ വരച്ചിങ്ങനെ വെക്കണം. നമുക്കൊരു മൈൽ സ്റ്റോൺ, നമ്മളെന്താ വെച്ചാൽ ജീവിച്ച് മരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പൊസിഷൻ നമ്മളിവിടെ വെച്ചിട്ട് വേണം നമ്മൾ പോവാൻ. അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഇതങ്ങനെയുള്ളൊരു ഇതിലാണ് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതൊന്നും, എല്ലാറ്റിലും ഓരോ തത്വങ്ങളുണ്ട്. ഓരോ ചിത്രങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആവശ്യക്കാർ വരും ഇതിനായിട്ട്, ആൾക്കാർ വരണം. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ ജനറേഷൻ, നമ്മുടെ ജനറേഷൻ മനസ്സിലാക്കും. ഇതൊക്കെ 1000 വർഷം, 1500 വർഷം ഇപ്പം നമ്മുടെ പഴയ
നമ്മുടെ തലമുറയിൽ മുമ്പത്തുള്ള തലമുറക്കാർ വരച്ചിട്ടുള്ളതൊക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് പല എക്സ്പ്ലനേഷൻസ് നമ്മൾ പറയേണ്ടത് നന്ന്, അല്ലെങ്കിൽ അത് അങ്ങനെ എങ്ങനെയാന്ന് പറയുന്ന പോലെ നമ്മുടെ ചിത്രങ്ങളും അത് നമ്മൾ ജീവിച്ച് മരിച്ചതിൻ്റെ ഒരു ഐഡന്റിറ്റി, ഒരു മൈൽ സ്റ്റോൺ. നമ്മൾ നെക്സ്റ്റ് മൊമെന്റിൽ നമ്മൾ മരിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് തോന്നും, അയ്യോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് മരിക്കായിരുന്നു. അപ്പൊ അത് നമ്മളിപ്പോ തന്നെ ചിന്തിക്കണം. നമ്മളൊരു മിനിറ്റും വെറുതെ കളയാറില്ല. അപ്പൊ വരച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ശരിക്കും പറയുന്നത് ഇപ്പൊ നമ്മൾ റിട്ടയർ ആവേണ്ട സമയമായി. റിട്ടയർമെന്റ് ഇല്ല ജീവിതത്തിൽ. റിട്ടയർമെന്റ് അല്ല, നമ്മൾ എല്ലാ ടൈമും ഒരു മിനിറ്റ്, ഒരു 24 മണിക്കൂറിൽ നമ്മൾ മിനിമം ടൈമാണ് ബാക്കിയുള്ള വേസ്റ്റ് ആക്കണുള്ളൂ. ബാക്കിയുള്ള ടൈം അപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പറ്റാവുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നമ്മളൊരു മൈൽ സ്റ്റോൺ വിട്ടിട്ട് വേണം നമുക്ക് ഇവിടുന്ന് കടന്നു പോകാൻ. അപ്പൊ അതിന്റെ ഉള്ളൊരു പ്രയത്നമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത എന്തെങ്കിലും പ്രൊജക്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇത്രണ്ണം വരയ്ക്കുക. അതെന്താണെന്ന് വെച്ചാൽ ആക്ച്വലി കോവിഡിന് മുമ്പേ നമ്മളൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ 2-3 സ്ഥലത്ത് നമ്മൾ ആൾറെഡി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അന്ന് നടന്നില്ല. പിന്നെ ചെറിയൊരു കയ്യിനുള്ള പ്രോബ്ലം ഒക്കെ കാരണം ചെയ്യാൻ പറ്റിയില്ല. അത് പക്ഷെ ഒരു സോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം നമ്പർ വേണമല്ലോ. സോളോ എക്സിബിഷൻ ചെയ്യാൻ ഒരു മിനിമം നമ്പർ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു വരച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ എണ്ണം ഫ്രെയിം ചെയ്യാനുണ്ട്, കുറെ എണ്ണം വരച്ചിട്ടുണ്ട്. അങ്ങനെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സംഭവത്തിലല്ല പോണേ. കുറെ പകുതി വരയ്ക്കും, പിന്നെ കുറെ പെയിന്റ് ചെയ്യും, കുറെ അങ്ങനെ പോണു. അപ്പൊ അതൊന്നും ഒരു ഡിസിപ്ലിനറി മാറ്റേഴ്സിലല്ല, ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന. അതെ, എക്സിബിഷൻ ഒക്കെ ചെയ്യണം. പിന്നെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഇതിലാണ് ഞാൻ വരയ്ക്കാറുള്ളൂ. അല്ലാതെ ഒരു ചിത്രം ഇപ്പൊ പോർട്രേറ്റ് അങ്ങനത്തെ ഒന്നും വരയ്ക്കാറില്ല. ഈ സീനറിക്കുള്ള അതിലൊന്നും, അതൊക്കെ മുമ്പേ അത് വളരെ തുടക്കത്തിൽ അതൊക്കെയാണ് വരച്ചിരുന്നത് കേട്ടോ. അതിപ്പോൾ ഇല്ലാന്ന് പറയുന്നില്ല. ഒരു കംപ്ലീറ്റ് പടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൈൻ ഡിസൈൻസ് എന്ന് പറയും, ഫൈൻ ആർട്ട് ഉണ്ട്. അത് ഈ നമ്മളിപ്പോൾ കണ്ടു ഒരാൾ വരയ്ക്കണം, അപ്പോൾ ഇതൊക്കെ അതിൽ പെട്ടത്. ഒരാൾ തുന്നിക്കഴിഞ്ഞു, നമ്മൾ കണ്ടാൽ കഴിഞ്ഞു. അത് അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഓരോ പടങ്ങളായിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് വരയ്ക്കുന്നുണ്ടല്ലോ, കുറേ പഠിച്ചിട്ടും റിസർച്ച് നടത്തിയിട്ടും. അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം, അതായത് നമ്മൾ കാണുന്ന ഓഡിയൻസിനാണെങ്കിലും ഇതിൽ നിന്ന് നല്ലൊരു ഇത് വേണമല്ലോ, ഒരു മോട്ടിവേഷൻ. നമുക്ക് പലർക്കും ഇപ്പം എല്ലാവർക്കും പല കഴിവുകളായിരിക്കും. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ വരയ്ക്കാനായിരിക്കും, ഒരാൾക്ക് ഫോട്ടോഗ്രാഫി ആയിരിക്കും, ഒരാൾക്ക് എഴുതാനായിരിക്കും. അപ്പോൾ എന്താണ് അവർക്ക് കഴിവ് വെച്ചാൽ ആ കഴിവ് അവർ മാക്സിമം യൂസ് ചെയ്തുകൊണ്ടും അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അതിൽ മാക്സിമം പഠിക്കുക, എന്നിട്ട് അത് അതിൻ്റെ രീതിയിൽ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുമ്പോഴാണ് അതിൽ ഇതാവുക. അല്ലാതെ നമ്മൾ പറ്റാത്തൊരു സബ്ജക്റ്റ് പോയിട്ട് പഠിച്ച് അത് ചെയ്യുക. അപ്പോൾ ഒരു എൻജിനീയറിങ് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടി, ഒരു ചിത്രമാണ് വരയ്ക്കാൻ പഠിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചിട്ട് എഞ്ചിനീയറിംഗിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫിക്കൽറ്റി, അവരുടെ മൈൻഡ് എപ്പോഴും അതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഡാൻസ് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ പിടിച്ചിട്ട് നമ്മൾ വേറെ രീതിയിൽ ഒരു ഒഫീഷ്യൽ വർക്കിലേക്ക് കൊണ്ട് ഇരുത്തി എങ്ങനെയുണ്ടാവും, അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി നമുക്ക് തോന്നും. അത് ഒരു ജോബും അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ജോബ്സും കമ്മിയില്ല, ചെറുതുമല്ല വലുതുമല്ല. അപ്പം എല്ലാം അതിൻ്റേതായിട്ടുള്ള ഈക്വൽ, അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് സമൂഹത്തിൽ പ്രത്യേകിച്ച്. അതായത് അപ്പോൾ അതൊന്ന് മാറി അവരവരുടെ രീതിയിൽ ചിന്തിച്ച് എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ ഇത്രയും നേരം ഈ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി, എൻ്റെ ഓഡിയൻസിനും എല്ലാവർക്കും വേണ്ടി ചെലവാക്കിയതിന് ഒരുപാട് നന്ദി. നമസ്കാരം.